ആദ്യമേ തന്നെ എനിക്ക് നന്ദി പറയാനുള്ളത് കേരള യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ മോഹൻ കുന്നുമേൽ സാറാണ്. ഈ ഇഷ്യൂ തുടങ്ങിയിടം പോലെ സാറ് ഭയങ്കര പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് ഇത് ചെയ്യണം എന്നുള്ള ഇതിലാണ് ചെയ്തത്. ഇന്നലെ ഞാനും ഇവിടുത്തെ സിൻഡിക്കേറ്റിൻ്റെ സബ് കമ്മിറ്റി അക്കാഡമിക്കിൻ്റെ സിൻഡിക്കേറ്റ് സബ് കമ്മിറ്റി മെമ്പറും കൂടിയായ ജയപ്രകാശ് സാറും കൂടെ വൈസ് ചാൻസലർ പോയി കണ്ട് ഇതിൻ്റെ ആവശ്യകത, ഇമ്പോർട്ടൻസും അതിൻ്റെ എഫക്റ്റും എല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ സാർ അന്നേരം തന്നെ പറഞ്ഞിരുന്നു ഇത് നാളെ ഒരു ഡീൻസ് കൗൺസിൽ വിളിച്ചിട്ട് അവർ തീരുമാനം അനുസരിച്ചിട്ട് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞിരുന്നു. വളരെ പോസിറ്റീവായിട്ടാണ് സാർ എല്ലാവരും റെസ്പോണ്ട് ചെയ്തത്. അങ്ങനെ ഇന്ന് ഈ ഒരു തീരുമാനം ഉണ്ടായിരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി കേരള യൂണിവേഴ്സിറ്റിയുടെ എല്ലാവർക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയാൻ. എസ്പെഷ്യലി അക്കാഡമീഷ്യൻസായ ഡീൻസ് അവരൊരു നല്ല റോള് വഹിച്ചിട്ടുണ്ട്. അതാണ് ഇതിനകത്തുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ചരിത്രപ്രധാനമായ ഒരു തീരുമാനം കൂടിയാണ്. ഇപ്പം നമ്മുടെ ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും കേരള യൂണിവേഴ്സിറ്റിയുടേത് അതുപോലുള്ള മറ്റുള്ള യൂണിവേഴ്സിറ്റികളിൽ ഏത് കോഴ്സിനും ജോലിക്കായാലും എല്ലാം ഇതിന് സഹായമാകും. ഇതാണ് യൂണിവേഴ്സിറ്റിൻ്റെ തുടർ പഠനം പിന്നെ ലക്ഷ്യം. നമ്മളൊരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അല്ലേ. ഇപ്പം പഠിക്കാൻ താല്പര്യമുള്ള ആർക്കും പഠിക്കുക എന്നുള്ളതാണ് ഈ ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊണ്ട്. അപ്പോൾ ഈ തീരുമാനത്തോടെ അവർക്കൊരു കോൺഫിഡൻസാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ പഠിച്ചാൽ നമുക്ക് ഭാവിയിൽ ഒരു പ്രോബ്ലം വരത്തില്ല, ജോലിക്കായാലും ഹയർ സ്റ്റഡീസിനായാലും ഇത് ഈക്വൽ വെയിറ്റേജാണെന്നുള്ളത് എന്തുകൊണ്ടും ഒരു സ്വാഗതാർഹമായ തീരുമാനമാണ്. അവരെ ആശങ്ക എല്ലാം ഒഴിവാക്കുന്ന ഒരു തീരുമാനം കൂടി. ഇത് ഒരാഴ്ചയായിട്ട് നമ്മുടെ ഇവിടെ ഇരിക്കാൻ വയ്യായിരുന്നു. ഒരുപാട് കൊറീസും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ ജോയിൻ ചെയ്താൽ ഞങ്ങളുടെ ഭാവി എങ്ങനെ ബാധിക്കും അതെല്ലാം മാറി കിട്ടി. അതുകൊണ്ട് എല്ലാ താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളോടും എനിക്ക് പറയാനുള്ളത് ധൈര്യപൂർവ്വം ഇതിനകത്ത് അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ഈ എവിടെ ഒരിടത്തും PSC ആയാലും UPSC ആയാലും ഏതൊരു യൂണിവേഴ്സിറ്റിയിലും ഹയർ സ്റ്റഡീസിനോ അല്ലെങ്കിൽ ജോലിക്ക് യാതൊരു വിധമായ പ്രോബ്ലവും വരത്തില്ല. ഇതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുപോലെ UGC 2020 റെഗുലേഷൻ 22 പ്രകാരം ഇത് ഇക്വലൻസ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റോ വാങ്ങാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കേരള ഗവൺമെൻറ് ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട്. ഒരു യൂണിവേഴ്സിറ്റി ഇക്വലൻറ്റ് എന്ന് വെച്ചാൽ UGC അല്ലെങ്കിൽ DB അംഗീകരിച്ച കോഴ്സ് പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറൊരു അത് തന്നെ മാക്സിമം റെക്കഗ്നേഷനാണ്. പിന്നെ വേറൊരു യൂണിവേഴ്സിറ്റിയുടെ ഒരു റെക്കഗ്നേഷൻ്റെ ആവശ്യമില്ല. ഇത് പലരും പല റൂള് വെച്ച് ഇത് ആവശ്യമില്ലാതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയതാണ്. അത് നമ്മൾ കുട്ടികളുടെ സൈഡിൽ നിന്നല്ലേ ചിന്തിക്കേണ്ടത്. ഞാൻ പല കുട്ടികളടുത്തും എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് VC ഗ്യാരണ്ടിയാണ്, നിങ്ങൾ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യും, ഇത് ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ലെന്നും ഞാൻ പലർക്കും ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്നെ വിളിച്ചവർക്കെല്ലാം. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് തന്നെ ഇറങ്ങി ഞാനിത് ഗവർണറുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തു, ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്ററുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തു. ഇന്നലെ ഞാൻ മിനിസ്റ്റർ പോയി കണ്ടിട്ട് ഇത് ഞാൻ പറഞ്ഞിരുന്നു, ഇത് ഇവിടുന്നൊരു തീരുമാനമാണ്. എന്നിട്ട് ഞാനും ജയപ്രകാശ് സാറും കൂടെ പോയിട്ട് പിന്നെ VC ഒക്കെ ഉണ്ട്. ഞങ്ങളൊരു അരമണിക്കൂറോളം ഇത് സംസാരിച്ച് സാറ് വളരെ പോസിറ്റീവാണ്. സാറിനൊരു പ്രത്യേകം നന്ദി അവസരത്തിൽ ഞാൻ പറയുകയാണ്. കാര്യം അത്ര എഫേർട്ട് സാർ എടുത്തിട്ടുണ്ട്. ഇതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുന്നത്. ഇത് കുട്ടികൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്ത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്നെ നേരിട്ട് വിളിക്കാം. കാര്യം ഞാൻ ഏത് കുട്ടികൾക്ക് നേരിട്ട് തന്നെ വിളിക്കാം. അങ്ങനെയുള്ള ഒരു റെസ്ട്രിക്ഷൻ ഞാൻ വെച്ചിട്ടില്ല. അവരെ എല്ലാ കൺസേൺസും ഞാൻ അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.